എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് നിന്ന് വെറും 4.9 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള ഒരു വില്ല പ്രൊജക്റ്റാണിത്. അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി പെരിങ്ങാലയിലാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 12ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. വഴി നോക്കിക്കോളൂ. വീതിയുള്ള വഴിയാണ്. 2 വാഹനങ്ങൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാം. നല്ല വീതിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് വരുന്നത്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്ചർ വില്ലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറയുമ്പോഴേക്ക് നിങ്ങൾ എലിവേഷൻ ഒന്ന് കണ്ടോളൂ. പള്ളിക്കര ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 4.9 കിലോമീറ്റർ, കാക്കനാട് കളക്ടറേറ്റ് 10, ഇടപ്പള്ളി 15, തൃപ്പൂണിത്തുറ 12, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ്. നല്ലൊരു ഡിസൈൻ ആണ് കോമ്പൗണ്ട് വാളിന് കൊടുത്തിരിക്കുന്നത്. ജാളി വർക്ക് വരുന്നുണ്ട്. ഗേറ്റ് ആണെങ്കിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ്ലി ഒരു ആർക്കിടെക്ചറൽ മോഡലിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ കാണാം. ഭംഗിയായിട്ടാണ് വരുന്നത്. വിൻഡോസിന്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ബ്രിക്ക് മോഡൽ ഡിസൈനുകൾ വരുന്നുണ്ട്. മുകളിലുള്ള വിൻഡോസിന്റെ പോർഷൻ എല്ലാം നോക്കിയാലും ടോട്ടലി വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ആർക്കിടെക്ചറൽ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ 4 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ കാണുന്ന കാർ പോർച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള കാർ പോർച്ചാണ്. അവിടെ നിങ്ങൾക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് എൻട്രി ചെയ്തിട്ട് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ എല്ലാം തന്നെ വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ജാളി വർക്കിന്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വോട്ടറിനായിട്ട് നോക്കുവാണെങ്കിൽ വെൽ വോട്ടറും KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം വിൻഡോസിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് അവിടെ ഒരു പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് സ്പേഷ്യസ് ആണ്. വർക്ക് ഏരിയയ്ക്കായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഭാഗങ്ങളും ഏരിയ സ്പേഷ്യസ് ആണ്. കവേഡ് ആയിട്ടുള്ള പോർഷന്റെ അണ്ടറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ 2 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ടോട്ടൽ നോക്കുവാണെങ്കിൽ 4.42 സെന്റിൽ കാർ പോർച്ച് ഉൾപ്പെടെ 2600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഷിപ്പാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായി വരുന്ന ഈ ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭംഗിയായിട്ട് 3 സ്റ്റെപ്പുകളായിട്ടാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും നമുക്കൊരു ജാളി ഡിസൈൻ ആണ് കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു മോഡലാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇതിന്റെ ഹാൻഡിൽ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വുഡൻ ഐറ്റംസ് എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് വരുന്നത്. വീടിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വിൻഡോസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനായിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. TV അറേഞ്ച് ചെയ്യാനും TV യൂണിറ്റ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ആയിട്ടാണ് പവർ പ്ലഗും പവർ പോയിന്റും കേബിൾ ലൈൻസും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു സ്പേഷ്യസ് ആയ ഏരിയയും യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ജാളി വർക്കാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വരുന്നത്. നിങ്ങൾ ഇവിടെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഈ ഒരു വീട്ടിൽ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വാർഡ്രോബ്സും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അത് ബിൽഡർ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് ഏരിയയ്ക്കായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഏരിയ സ്പേഷ്യസ് ആണ്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. മൊറോക്കൻ ടൈലാണ് ഫ്ലോറിൽ ഈ ഒരു ഭാഗത്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ആണ്. ഈ ഭാഗത്ത് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. വിൻഡോസ് എല്ലാം തന്നെ നല്ലൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തന്നാൽ പുറത്തെ വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നല്ല ഭംഗിയായിട്ട് ചെറിയൊരു ക്യൂട്ട് കിച്ചൺ ആയിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. നമുക്ക് കിച്ചൺ ഐറ്റംസും ക്യാബിനറ്റ്സും എല്ലാം തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഈ 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഒക്കെ ഡോറിന്റെ പാറ്റേൺസ് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇന്റീരിയർ ലൈറ്റ് ഫിറ്റിംഗ്സ് കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ട പോയിന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു വരുന്നതേ ഉള്ളൂ. സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫില് എയർ ഹോൾ ഫെസിലിറ്റി ഉണ്ട്. അത് കൂടാതെ നമുക്ക് ചെറിയ LED ലൈറ്റുകളൊക്കെ ഇടാനുള്ള പോയിന്റ്സ് എല്ലാം തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്.
ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് കൂടിയാണ് നമുക്ക് ഇനി ഇവിടെ വരാനുള്ളത്. നല്ല ഗ്രേ ഷെയ്ഡിൽ ഭംഗിയുള്ളൊരു ടൈല് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ കടന്നു വന്ന ഈ ഒരു ഭാഗത്തെ റൂഫ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രണ്ട് റൗണ്ട് കൊടുത്തിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. കൈ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് വിസിബിൾ ആണ്. നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹാളിലാണ്. അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ ടി വി ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് രണ്ടെണ്ണമാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കുന്ന സമയത്ത് 11 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഭാഗത്ത് ഇതേ മോഡലിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമുള്ള പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബാൽക്കണി കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂമിലും കിട്ടുന്നുണ്ട്. അവിടെ ഒരു വിൻഡോയും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഇവിടെയും മാറ്റ് ഫിനിഷ് ആയിട്ട് ഗ്രേ ഷെയ്ഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂം ആണ്. 15-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സിനുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഗ്ലാസ് ഡോർ കാണാം. ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. ആ ഏരിയ ഞാനിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബെഡ്റൂമിനകത്ത് നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ സ്പേഷ്യസ് ആയ നല്ലൊരു സെപ്പറേറ്റ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. വിൻഡോയും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. ടൈലുകളെല്ലാം തന്നെ കോമൺ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് അതിവിശാലമായ വലിയൊരു ഹാളിലേക്കാണ്. ഇതിന് താഴെയായിട്ടാണ് നമ്മുടെ കവേർഡ് കാർ പോർഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് ഓൾറെഡി നല്ലൊരു സ്പേസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അയൺ ആയിട്ടുള്ള ബാറുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന നല്ലൊരു വൈബുള്ള ഏരിയ ആണെന്ന് നമുക്ക് ഇതിനെ പറയാം. എന്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അവിടെയും മഴയൊന്നും കൊള്ളാതെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഏരിയയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലൈഡിംഗ് ഡോറ് കാണാം. ഡോർ തുറന്നാൽ നമുക്ക് നേരെ അകത്തേക്ക് നമ്മുടെ ബെഡ്റൂം ആണ് കാണുന്നത്. എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി പെരിങ്ങാലയിലുള്ള ഒരു നല്ല വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കണ്ടത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 4.9 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കംപ്ലീറ്റ്ലി ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. നമുക്ക് ഏകദേശം 12ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് അളവ് 4.42 ആണ്. 2600 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഡ്രസ്സിംഗ് ടേബിളിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് സ്പേസ് കിട്ടുന്നുണ്ട്. 4.42 സെന്റ് ഓഫ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് വെൽ വാട്ടർ അവൈലബിൾ ആണ്. KWA ഓപ്ഷനും കൂടി കിട്ടുന്നുണ്ട്. 4 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ കണ്ടപ്പോൾ ഈ ഒരു വീട്ടിൽ വാർഡ്രോബുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ ബാത്റൂം ഫിറ്റിംഗ്സും ചെയ്തിട്ടില്ല. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുള്ള വർക്കുകളെല്ലാം തന്നെ നടന്നു വരികയാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന വീട്ടിൽ വാർഡ്രോബുകളൊന്നും വേണ്ട, ഐ മീൻ നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ്, ബെഡ്റൂമിലുള്ള വാർഡ്രോബ്സ് ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഈ വീട് 1 കോടിക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വാർഡ്രോബുകളെല്ലാം ചെയ്ത് കിച്ചൺ ക്യാബിനറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് വേണ്ടതെങ്കിൽ 1,10,00,000 രൂപയ്ക്കും ഈ വീട് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.